രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ave Maria. Ave Maria. Ave Maria. Ave Maria. നമ്മൾ ഒരു മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്കൊന്ന് നോക്കുക. 7 വ്യാകുല വാളാൽ മുറിവേൽപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മ, ശിമയോൻ്റെ പ്രവചനം പൂർത്തിതമാക്കിയ പരിശുദ്ധ അമ്മ, പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ രാജ്ഞി എന്ന് വിശുദ്ധരാൽ വിശേഷിപ്പിക്കപ്പെടുന്നവളാണ് പരിശുദ്ധ അമ്മ. ഒരായുസ് മുഴുവൻ കരയാനും നിലവിളിക്കുവാനുമുള്ള കാരണമുണ്ടായിട്ടും കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ യൂട്യൂബിലൂടെയും നേരിട്ടൊക്കെ നമ്മൾ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ ഈ രക്തക്കണ്ണീർ ജപമാലയിലൂടെ നൽകിയ വലിയൊരു അനുഗ്രഹ സാക്ഷ്യവുമായിട്ടാണ് ഇങ്ങനെ ഒരു രക്തക്കണ്ണീർ ജപമാല ഇവിടെ ചൊല്ലാനായിട്ട് ഒരു പ്രേരണ കിട്ടിയത്. ഞാനൊരു കോഴ്സിൽ സംബന്ധിച്ചപ്പോൾ ആ കോഴ്സ് ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും നാം പാപങ്ങൾ ചെയ്യും. എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് പലപ്പോഴും ചില പാപങ്ങൾ മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ അവിടെ കോഴ്സ് സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു പ്രേരണ അനുസരിച്ച് വിചാരം, വാക്ക്, പ്രവൃത്തി, വാക്കിലും പ്രവൃത്തിയിലുമുള്ള പാപങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഓർമ്മിച്ചെടുക്കാനും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും പാപമോചനം നേടാനൊക്കെ പറ്റും. എന്നാൽ വിചാരത്താൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ തോന്നിപ്പിലൂടെ വിചാരത്തിലൂടെ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ ഒട്ടനവധിയാണ്. നമുക്കറിയാവുന്നതുപോലെ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുക. വിചാരത്താൽ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ധാരാളം പാപങ്ങളും പാപപ്രവണതകളും മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം വിധിക്കുകയൊക്കെ ചെയ്യുന്ന, പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ നടക്കുന്ന കുറ്റം വിധികളും മറ്റും അധികമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ബാച്ചിൽ കോഴ്സിൽ സംബന്ധിച്ച പലരുടെയും ജീവിതത്തിൽ വ്യക്തമായ ദൈവിക ഇടപെടൽ ഉണ്ടായതായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, എൻ്റെ വിചാരം ഒന്ന് ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ മൂഡൊന്ന് ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. വിചാരത്താൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഒട്ടനവധിയാണെങ്കിലും പരിശുദ്ധ അമ്മ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നറിഞ്ഞ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ച് സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് അമ്മ. ഈശോയുടെ തിരുമേനി ആ കുരിശിൽ നിന്ന് ഇറക്കിയപ്പോൾ അത് തിരുമടിയിൽ ഏറ്റുവാങ്ങിയവളാണ്. അതേ അമ്മ ദുഃഖത്തിൻ്റെ രാജ്ഞിയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരവിച്ച യേശുവിൻ്റെ ആ തിരുമേനി അമ്മ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ആ രംഗം ഏതൊരമ്മയ്ക്കാണല്ലേ അതൊക്കെ സഹിക്കാനും ഏറ്റെടുക്കാനും ഒരു നല്ല മനസ്സോടുകൂടി അത് സ്വീകരിക്കാനും യാതൊരു പരാതിയോ ഒന്നുമില്ലാതെ അതൊക്കെ ഏറ്റെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുക. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശുദ്ധര് പറയുന്നുണ്ട്, നരകത്തിൻ്റെ വായിൽ നിന്ന് പോലും ഒരാത്മാവിനെ പിടിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കുമെന്ന്.
നമുക്ക് ഈ സമയം മാനസാന്തരം ആവശ്യമുള്ള എല്ലാ ജീവിതങ്ങളെയും, വിശിഷ്യ നമ്മെ ഓരോരുത്തരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഈ രക്തക്കണ്ണീർ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കരങ്ങൾ യാചനാപൂർവ്വം നിവർത്തിപ്പിടിച്ച്, ഇന്ന് ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ മരവിച്ച മനസ്സുള്ള പലരും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവരെ അമ്മ മടിയിൽ ചേർത്ത് ആ പരിശുദ്ധ അമ്മയുടെ തിരുമടിയിൽ വയ്ക്കുന്നതെന്തും ഉയർത്തെഴുന്നേൽക്കും. ഈശോ വചനം പഠിച്ചത് പരിശുദ്ധ അമ്മയുടെ മാറത്തും മടിയിലും ഇരുന്നായിരിക്കാം. അതെ, അതൊരു ബലിപീഠമായി പരിശുദ്ധ അമ്മയുടെ തിരുമടി മാറുകയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ ആ തിരുമടിയിൽ ഏറ്റുവാങ്ങിയതുപോലെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ എല്ലാം ദൈവപിതാവിന് സമർപ്പിക്കത്തക്ക വിധം കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും രക്തക്കണ്ണീരൊഴുക്കി പല സ്ഥലങ്ങളിലും ഈ നാളുകളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ലോകത്തിൻ്റെ പാപം വർദ്ധിച്ചിരിക്കുന്ന ഒരവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ ശക്തമാണ്. നമുക്കറിയാം, രക്തക്കണ്ണീർ ജപമാല വെളിപ്പെട്ട് കിട്ടിയത് എങ്ങനെയാണെന്നും പൈശാചിക പീഡകളിൽ നിന്നും ഒരു വ്യക്തിയെയും സമൂഹത്തെയും കുടുംബത്തെയും എങ്ങനെ രക്തക്കണ്ണീർ ജപമാല വിമോചിപ്പിക്കുന്നുവെന്നും നമുക്കറിയാം. മാനസാന്തരപ്പെടേണ്ട സകല ജീവിതങ്ങളെ, അനുതാപമില്ലാത്ത ഹൃദയങ്ങളെ ഒക്കെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു പാട്ടുപാടി പ്രാർത്ഥിക്കാം. നമുക്ക് ജപമാല എടുത്ത് കൈ പിടിക്കാം. 7 മണിയുള്ള ജപമാലയാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രിത്വൈക ദൈവത്തിന് ആരാധനാസ്തുതികൾ അർപ്പിച്ച് നമുക്ക് തുടങ്ങാം. ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവെ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. 1-ാം പാദം, ശിമയോൻ പ്രവാചകന്റെ പ്രവചനം. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. 2-ാം പാദം,
ഈജിപ്തിലേക്കുള്ള പലായനം. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. 3-ാം പാദം. 12-ാം വയസ്സിൽ ഈശോയെ കാണാതാവുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. അമ്മേ വ്യാകുല മാതാവേ, പിടയുമെൻ പ്രാണനിൽ അലിവേകണേ. അമ്മേ വ്യാകുല മാതാവേ, പിടയുമെൻ പ്രാണനിൽ അലിവേകണേ. അമ്മേ ആത്മാവിനാനന്ദമേ, മാധുര്യമേറുമെൻ അമ്മ നീ. 4-ാം പാദം. കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മ ഈശോയെ ദർശിക്കുന്നത് നമുക്ക് ധ്യാനിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. 5-ാം പാദത്തിൽ ഈശോ കുരിശിൽ മരണവേദന അനുഭവിക്കുന്നതും മരിച്ചു കഴിഞ്ഞ് സേവകർ അവിടുത്തെ ഹൃദയം കുത്തിപ്പിളരുന്നതും മാതാവ് കാണുന്നത് നമുക്ക് ധ്യാനിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ,
അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ആറാം പാദം. ഈശോയുടെ ചേതനയറ്റ ശരീരം മാതാവിൻ്റെ തിരുമടിയിൽ കിടത്തുന്നത് നമുക്ക് ധ്യാനിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. അമ്മേ വ്യാകുല മാതാവേ, പിടയുമെൻ പ്രാണനിൽ അലിവേകണേ. അമ്മേ വ്യാകുല മാതാവേ, പിടയുമെൻ പ്രാണനിൽ അലിവേകണേ. അമ്മേ ആത്മാവിനാനന്ദമേ, മാധുര്യമേറമേ അമ്മനേ. നാം ഏഴാം പാദത്തിലേക്ക് കടക്കുന്നു. രക്തക്കണ്ണീർ ജപമാലയുടെ ഏറ്റവും അവസാനത്തെ ഈ പാദത്തിൽ ദുഃഖ ശനിയാഴ്ചയും വിശ്വസിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുതിച്ചു പായുന്ന ഈ ശാസ്ത്രയുഗത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ നമ്മുടെ തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസറാണിയായ പരിശുദ്ധ അമ്മയുടെ കരം നാം പിടിക്കണം. പുത്രൻ്റെ ചേതനയറ്റ മൃതമേനി അമ്മ മടിയിൽ താങ്ങിയതുപോലെ അമ്മേ, ഈ കാലഘട്ടത്തിലെ മക്കളെ അമ്മ മടിയിൽ താങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ വിശ്വാസത്തിൻ്റെ ചൈതന്യം ഞങ്ങൾ കേൾക്കണമേ എന്ന് വിശ്വാസറാണിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാന പാദത്തിലേക്ക് കടക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ഓ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ.
അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കണ്ണീരിനെ കുറിച്ച് നമ്മുടെ നിയോഗം നമുക്കിവിടെ പറയാം. ഈ നിയോഗം അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിന് ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതിബന്ധിതനായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ എന്നും അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, പഠിക്കാനായിട്ട് ഒട്ടും ഏകാഗ്രത കിട്ടുന്നില്ല, മനസ്സിൽ കലുഷിതമായ അന്തരീക്ഷം, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, ഈ മേഖലയിൽ നിന്നൊക്കെ വിചാരത്താൽ ചെയ്തു കൂട്ടുന്ന സകല പാപമേഖലകളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ നമ്മെ വിമോചിപ്പിക്കും. വലിയ മാധ്യസ്ഥം വഹിച്ച് പരിശുദ്ധ അമ്മ, വിശ്വാസറാണിയായ പരിശുദ്ധ അമ്മ, പ്രസാദവരങ്ങളുടെ വിതരണക്കാരിയായ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കും. അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നിൻ തിരുമുൻപിൽ ജപമാലയേന്തി അമ്മേ ഞാനും പ്രാർത്ഥിക്കുന്നു. കണ്ണീരിലലയുന്ന കനിവിൻ്റെ അമ്മേ, കൈവിടാതെന്നെ കാത്തിടണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ.